രക്തസാക്ഷി ഫണ്ടിൽ സിപിഎം തിരിമറി നടത്തിയെന്നതിന് രേഖകളുമായി വി കുഞ്ഞികൃഷ്ണൻ. ധനരാജ് രക്തസാക്ഷി ഫണ്ട് ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതിന് ബാങ്ക് രേഖകൾ കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടു. 5 ലക്ഷം രൂപ കൈമാറിയതിന്റെ ബാങ്ക് രേഖകളാണ് പുറത്തുവിട്ടത്. ബിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേർന്നു. ബിജീഷ്, ഈ രേഖകളിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? അനീഷ, ഇതിനകത്ത് ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറിയായ KP മധുവിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് കൈമാറിയതിന്റെ രേഖകളാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടിരുന്നത്. നേരത്തെയും ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിലും സമാനമായിട്ടുള്ള രേഖകൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിനകത്തുകൂടിയാണ് അദ്ദേഹം ഇക്കാര്യം തുറന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ബാങ്കിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് ചെലവഴിച്ചതിന്റെ കണക്ക് കമ്മിറ്റിക്ക് മുൻപാകെ കാണിച്ചതിന്റെ പകർപ്പുമാണ് ഇന്നത്തെ ഈ കുറിപ്പിനൊപ്പം ഉള്ളത്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് 2018 ജൂലൈ മാസം 9-ാം തീയതി പയ്യന്നൂർ റൂറൽ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിലുള്ള ധീരരക്തസാക്ഷി ധനരാജിന്റെ കുടുംബസഹായ നിധി അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് മാറി എന്നതിന്റെ രേഖകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിനകത്തും അതുപോലെ തന്നെ ഇതിന്റെ കണക്ക് സംബന്ധിച്ച് പാർട്ടിയിൽ അവതരിപ്പിച്ച കണക്കിനകത്തും ഈ 5 ലക്ഷം രൂപ കൈമാറിയതിന്റെ രേഖകളുണ്ട്. ഇതിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വി കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. ഇതിലും കൂടുതൽ തെളിവുകൾ, ധനാപഹരണം നടന്നതിന്റെ ഇതിലും കൂടുതൽ തെളിവുകൾ ഇനിയും പുറത്തുവിടാൻ ഒരുക്കമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് ഇത്തരത്തിലുള്ള തെളിവുകൾ പുറത്തുവിട്ടതിന്റെ പേരിലായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിലായിരുന്നു. അതായത് ധനരാജ് രക്തസാക്ഷി ഫണ്ടിലും അതുപോലെ തന്നെ പയ്യന്നൂരിലുള്ള ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ കെട്ടിട നിർമ്മാണ ഫണ്ടിലും തെരഞ്ഞെടുപ്പ് ഫണ്ടിലും വലിയ തരത്തിലുള്ള തിരിമറി നടന്നു എന്നുള്ളതായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചിരുന്ന ആരോപണം. ആ ആരോപണം പക്ഷേ CPM അന്ന് തള്ളുകയായിരുന്നു. ഇത്തരത്തിൽ നേരത്തെ തന്നെ പാർട്ടിയിൽ ഉന്നയിച്ച ആരോപണം അത് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ അത് തെറ്റാണെന്ന് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്ന് നടപടിയെടുത്തിരുന്നു. പക്ഷേ TI മധുസൂദൻ അതിനകത്ത് ഈ കണക്ക് അവതരിപ്പിക്കുന്നതിൽ കാലതാമസം മാത്രമാണ് വരുത്തിയത്. 1 രൂപ ഇതിനകത്ത് പാർട്ടിക്കോ അല്ലെങ്കിൽ രക്തസാക്ഷി ഫണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള വാദം പറഞ്ഞുകൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണനെതിരെ CPM അന്ന് നടപടിയെടുത്തത്. പക്ഷേ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വി കുഞ്ഞികൃഷ്ണൻ ഇതിന്റെ രേഖകൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ്: ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് 2018 ജൂലൈ മാസം 9-ാം തീയതി അന്നത്തെ ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ മാറിയിട്ടുണ്ട്. ആ 5 ലക്ഷം രൂപയുടെ കണക്കുകളാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടിരിക്കുന്നത്. അനീഷ, ബിജീഷ്, ഒരു കാര്യം കൂടി, ഈ തട്ടിപ്പ് ആരോപണങ്ങളൊക്കെ പുറത്തു വന്ന ഘട്ടത്തിൽ പാർട്ടി തന്നെ വി കുഞ്ഞികൃഷ്ണൻ നടപടിയെടുത്തിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ പാർട്ടി തള്ളുകയും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഇത്രയും വലിയൊരു തുക പോയതെന്ന കാര്യത്തിൽ പാർട്ടി കൂടി വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്കല്ലേ പോയിരിക്കുന്നത്? അപ്പം ഇത് പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കൂടി പ്രതിപാദിക്കും? പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാകാം വി കുഞ്ഞികൃഷ്ണൻ ഈ ഘട്ടത്തിൽ ഈ ആരോപണം ഉന്നയിച്ചിരുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ അന്നത്തെ ജില്ലാ സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, കോവിഡിന്റെ കാലമായിരുന്നു, പണം കൈമാറുന്നതിലടക്കം വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പണം കൈമാറുന്നതിനകത്തുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതെന്നായിരുന്നു KK രാഗേഷ് പറഞ്ഞിരുന്നത്. അതായത് പണം കൈമാറ്റത്തിൽ ബാങ്ക് ട്രാൻസാക്ഷനിൽ വരുന്ന നിയന്ത്രണങ്ങൾ മറികടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏരിയ സെക്രട്ടറിക്ക് കൈമാറി എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ ആ ഫണ്ട് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ച ഫണ്ടാണ്. അത് തിരിച്ചു പിന്നീട് വന്നിട്ടുണ്ട്, ധനരാജ് ഫണ്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതും KK രാഗേഷ് പറഞ്ഞിരുന്നു. പക്ഷേ ആ തിരിച്ചു വന്നതിന്റെ രേഖകൾ ഈ വി കുഞ്ഞികൃഷ്ണൻ ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് അവതരിപ്പിച്ച കണക്കിനകത്ത് കാണുന്നില്ല. ഈ 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് ധനരാജ് ഫണ്ടിൽ നിന്ന് കൈമാറിയതിന്റെ തെളിവുകൾ മാത്രമാണുള്ളത്. ആ 5 ലക്ഷം രൂപ ഇതിന്റെ അകത്ത്, അതായത് ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് മൈനസ് ചെയ്തതായിട്ടുള്ള രേഖകളാണ് പാർട്ടി കമ്മിറ്റിന്റെ അകത്ത് ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 5 ലക്ഷം രൂപ എങ്ങോട്ട് പോയി എന്നുള്ളതിന്റെ തെളിവുകളൊന്നും പാർട്ടിയുടെ അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ പാർട്ടി അവതരിപ്പിച്ച കണക്കുകളിൽ കാണുന്നില്ല എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 5 ലക്ഷം രൂപ ഏരിയ സെക്രട്ടറിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് കൈമാറിയത് പല വഴിക്ക് ചെലവായി. അതിന് വ്യക്തമായ തെളിവുകളില്ല, വ്യക്തമായ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കുന്നതിന് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ തെളിവുകളിലൂടെ വി കുഞ്ഞികൃഷ്ണൻ പൊതുജന സമക്ഷം അവതരിപ്പിച്ചിരിക്കുന്നത്. അനീഷ.